അല്പസമയം മുമ്പാണ് വീട്ടിൽ നിന്നും മൃതദേഹം പുറത്തേക്കെടുത്തത്. വീട്ടിൽ നിന്നും മൃതദേഹം പുറത്തേക്കെടുക്കുമ്പോൾ ഭീകരവാദത്തിനും വർഗീയതയ്ക്കും എതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വിളികളായിരുന്നു നമുക്ക് കേൾക്കാനായത്. ആ മുദ്രാവാക്യം വിളികൾ മക്കളും ഏറ്റുപിടിച്ചു. ഭാരത് മാതാ കി ജയ് വിളികളോടുകൂടിയായിരുന്നു മൃതദേഹം വീടിന് പുറത്തേക്കെടുത്തത്. വീട്ടിലെ മതപരമായ ചടങ്ങുകൾക്ക് ശേഷമാണ് പുറത്ത് പോലീസിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള ആദരവ് നൽകിയത്. അതിന് പിന്നാലെയായിരുന്നു വീട്ടിൽ രാജ്യസ്നേഹം തുളുമ്പുന്ന മുദ്രാവാക്യം വിളികൾ നാം കേട്ടത്. അത് അവിടെ കൂടുന്ന ജനങ്ങളെല്ലാവരും ഏറ്റുപിടിച്ചു. ഇപ്പോൾ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇടപ്പള്ളി എളമക്കരയിലെ ശ്മശാനത്തിലേക്ക് നീങ്ങുകയാണ്. തൊട്ട് മുമ്പിലായിട്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെയും മന്ത്രിയുടെയും ഒക്കെ വാഹനങ്ങൾ ഉണ്ട്. അവർ അവിടെയും എത്തി സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മാത്രമേ അവർ പുറത്തേക്ക് പോവുകയുള്ളൂ. അതിനുശേഷം ചങ്ങമ്പുഴ പാർക്കിൽ ഒരു അനുസ്മരണ യോഗം നടക്കുന്നുണ്ട്. അവിടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ എല്ലാ ആളുകളും എത്തിച്ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും കലളരിയിപ്പിക്കുന്ന ആ കാഴ്ചകൾ തന്നെയായിരുന്നു ചങ്ങമ്പുഴ പാർക്കിലും അതോടൊപ്പം തന്നെ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴും നമുക്ക് കാണാനായത്. വിവിധ ഇടങ്ങളിൽ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള ആളുകൾ ഈ ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിച്ചേർന്നു. രാമചന്ദ്രൻ ആരെന്ന് പോലും അറിയാത്ത ആളുകൾ പോലും ഇവിടേക്ക് എത്തി രാമചന്ദ്രൻ്റെ മൃതദേഹത്തിന് മുമ്പിൽ ആദരവ് അർപ്പിച്ചു. അതിനുശേഷം ഭാര്യയെയും മക്കളെയും ഒക്കെ സമാശ്വസിപ്പിച്ച് മടങ്ങുമ്പോൾ തൊഴുകൈകളോടുകൂടിയായിരുന്നു അവർ ഈ നാടിനെ നാട്ടുകാരുടെ സ്നേഹത്തെയും ഒക്കെ ഏറ്റുവാങ്ങിയത്. നാടും നാട്ടുകാരും പറയുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കൊപ്പം ഞങ്ങളും കൂടെയുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അവിടെ തടിച്ചുകൂടിയ ജനം. നമുക്കിപ്പോൾ കാണാം, മുൻപേ പോലീസും അതോടൊപ്പം തന്നെ മന്ത്രിയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ വാഹനങ്ങളുണ്ട്. അതിന് പിന്നിലായിട്ടാണ് രാമചന്ദ്രൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് നീങ്ങുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മളുമുണ്ട്. എന്തായാലും ഭീകരരുടെ വെടിയേറ്റ് മരിച്ച രാമചന്ദ്രൻ്റെ നീരാഞ്ജനത്തെ വീട്ടിൽ നിന്നും ഇപ്പോൾ അന്ത്യകർമ്മങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷം ഇടപ്പള്ളിയിലെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കളിചിരികളോടെയായിരുന്നു ആ വീട്ടിൽ നിന്നും കാശ്മീരിലെ താഴ്വരയിലേക്ക് അദ്ദേഹം മക്കളും കൊച്ചുമക്കളുമൊക്കെ ഒത്ത് വിനോദസഞ്ചാരത്തിനായി പോയത്. അവിടെ വച്ചാണ് ഭീകരരുടെ വെടിയേറ്റ് അദ്ദേഹത്തിന് ജീവൻ പൊലിയേണ്ടി വന്നത്. അവിടെ താങ്ങും തണലുമായിട്ട് പിന്നീട് അങ്ങോട്ട് നാടൊന്നാകെ ആ കുടുംബത്തെ ഏറ്റെടുത്തു. അതിനുശേഷമുള്ള കാഴ്ചകളും അതുതന്നെയാണ് പങ്കുവയ്ക്കുന്നത്. നാട്ടിൽ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ രാമചന്ദ്രനെ കാണാനെത്തുന്നു. രാമചന്ദ്രൻ ആരെന്ന് പോലും അറിയാത്ത ആളുകൾ വരെ ഇവിടെ എത്തി അദ്ദേഹത്തെ കാണുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആ മൃതശരീരത്തിന് മുന്നിൽ നിന്ന് ഭാരത് മാതാ വിളികൾ ഏറ്റുവിളിച്ചുകൊണ്ട് നാടൊന്നാകെ രാമചന്ദ്രനെ യാത്രയാക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് യാത്ര ഈ ശ്മശാന ഭാഗത്തേക്ക് ഉണ്ട്. ശ്മശാനത്തിലേക്ക് മുൻപേ ജില്ലാ ഭരണകൂടത്തിൻ്റെ കളക്ടറുടെ വാഹനം, അതോടൊപ്പം തന്നെ തൊട്ടു പിന്നിലായിട്ട് മന്ത്രി, അതോടൊപ്പം തന്നെ MP MLA മാരടക്കമുള്ള ആളുകൾ വീട്ടിലും ഈ ചങ്ങമ്പുഴ പാർക്കിലുമൊക്കെ എത്തിച്ചേരുന്നു. അവിടെ ആദരവർപ്പിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ബഹുമതികളും മറ്റുമൊക്കെ വീട്ടിലും അതോടൊപ്പം തന്നെ ഇനി സംസ്കാര ചടങ്ങ് നടക്കുന്ന ഇടപ്പള്ളിയിലെ ശ്മശാനത്തിലും സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ചങ്ങമ്പുഴ പാർക്കിൽ തന്നെ അനുസ്മരണ യോഗം ചേരുന്നുണ്ട്. ഈ അനുസ്മരണ യോഗത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ വിവിധ ആളുകൾ നമുക്കിപ്പോൾ വഴിയരികിലും മറ്റുമൊക്കെ കാണാം. നിരവധിയായിട്ടുള്ള ആളുകൾ മൃതദേഹത്തിന് തൊഴുകൈകളോടുകൂടി തന്നെ നിൽക്കുന്ന ആ കാഴ്ചകൾ. എന്തായാലും നാടൊന്നാകെ ആ വികാരം ആ കുടുംബത്തിൻ്റെ ഏറ്റുവാങ്ങുക തന്നെയാണ്. ആ വികാരം കുടുംബത്തിൻ്റെ നൊമ്പരത്തെ ഏറ്റുവാങ്ങുന്നു. ആ കുടുംബത്തിൻ്റെ നൊമ്പരത്തിനൊപ്പം ഞങ്ങളും കൂടെയുണ്ട്, നിങ്ങൾ തനിച്ചല്ല എന്ന് ഉറക്കെ പറയുന്നതിന് സമാനമായ രീതിയിലുള്ളൊരു വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശന സമയത്ത് ഏകദേശം 9:30 അവസാനിക്കേണ്ട പൊതുദർശനം അവസാനിച്ചപ്പോൾ 10 മണിയും പിന്നിട്ടു എന്നതാണ്. അവസാന ഘട്ടത്തിലേക്ക് 2 നിരയായിട്ടാണ് ആളുകളെയും മറ്റുമൊക്കെ ഈ രാമചന്ദ്രൻ മൃതദേഹം അവസാനമായി കാണിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നു. അതിനിടയിലാണ്
തൻ്റെ ഈ ഒരു ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ആ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിന്ന സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള പട്ടാളക്കാരൻ മലയാളിയായിട്ടുള്ള ശ്രീരാജ് ആരതിക്കൊപ്പം ചേരുകയും ആരതിക്ക് വേണ്ട സഹായങ്ങളും മറ്റുമൊക്കെ ആ ജമ്മു കാശ്മീരിൽ നിന്നുകൊണ്ട് അയാൾക്ക് ചെയ്യാവുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുകയും പിന്നീട് മൃതദേഹം ഇവിടെ എത്തിയ ശേഷം ഇന്ന് ആ പൊതുദർശന ചടങ്ങിനിടയിൽ ആ ശ്രീരാജ് തൻ്റെ ഫോണിൽ നിന്നും ആരതിയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്ത് അവരോട് സംസാരിക്കുകയും ആ രാമചന്ദ്രനെ ഒരു നോക്ക് കണ്ട് ആ സല്യൂട്ട്, രാജ്യത്തിൻ്റെ സല്യൂട്ട്, ഇന്ത്യൻ സേനയുടെ സല്യൂട്ട് ആ ശ്രീരാജ് മനസ്സിൽ തട്ടി തന്നെ നൽകുന്നു. തൊപ്പിയൂരി ആ മൃതദേഹത്തിന് മുന്നിൽ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് ഭാരത് മാതാ കി ജയ് എന്നൊരു പക്ഷേ അദ്ദേഹം ഉള്ളുകൊണ്ട് വിളിച്ചിട്ടുണ്ടാകാം. സ്വാഭാവികമായിട്ടും ഭീകരരുടെയും മറ്റുമൊക്കെ വെടിയേറ്റ് മരിച്ച ആ പ്രിയപ്പെട്ട മനുഷ്യൻ നമുക്ക് ആരെല്ലാമൊക്കെയോ ആയിത്തീരുന്ന ഒരു കാഴ്ചയാണ്. ആരും അറിയാത്ത ആളുകൾക്ക് പോലും അവരുടെ എല്ലാം പ്രിയപ്പെട്ടവനായി രാമചന്ദ്രൻ മാറുന്നു എന്ന ഒരു കാഴ്ച കൂടിയാണ് അത് സമ്മാനിച്ചത്. ഇവിടെ കൂടിയ ആളുകൾ, പലതരത്തിലുള്ള ആളുകൾ ഈ രണ്ട് സ്ഥലത്തെയും പൊതുദർശന ഇടത്തേക്ക് എത്തിച്ചേർന്നു. വീട്ടുകാരും ബന്ധുക്കളും മാത്രമേ എത്താവൂ. കാരണം ചെറിയൊരു ഇടവഴിയും ആ ഒരു കുഞ്ഞു സ്ഥലവും മാത്രമാണുള്ളത്. പക്ഷേ അവിടേക്കും വലിയ തോതിൽ ആളുകൾ ഇരച്ചെത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തങ്ങളുടെ ഒരു പ്രിയപ്പെട്ടവനായി അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു. ഭീകരവാദികൾ വെടിയുതിർത്ത് ആ ജീവൻ നഷ്ടപ്പെട്ട അദ്ദേഹത്തെ ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നു, ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നു. നിങ്ങൾ അനാഥരല്ല, ഞങ്ങൾ ഈ നാടൊന്നാകെ കൂട്ടായിട്ടുണ്ട് എന്ന ആ ഒരു സ്നേഹവായ്പ കൂടിയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ സ്നേഹവായ്പിന് മുമ്പിൽ നമ്മളെല്ലാവരും കൂപ്പുകൈയോടുകൂടി അവർക്കൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം അത്രയേറെ വേദനയോടുകൂടിയാണ് അവർ അവിടെ നിന്ന് ഇവിടെ എത്തിയത്. തൻ്റെ അച്ഛൻ കൊച്ചുമക്കളുടെ മുമ്പിൽ വെച്ച് വെടിയേറ്റ് വീഴുന്നു. ആ ഘട്ടത്തിൽ ആ കൊച്ചുമക്കളെയും രക്ഷിച്ചുകൊണ്ടാണ് ആരതി പിന്നീട് നീങ്ങിയത്. അപ്പോഴും ഒരു അമ്മ എന്ന ആ സ്നേഹവായ്പായിരുന്നു അവർക്ക് ഉള്ളത്. കാരണം അച്ഛൻ മരിച്ചു, ഇനി ആ കുട്ടികളെ സംരക്ഷിക്കണം. അങ്ങനെ ആ കുട്ടികളുമൊത്ത് അവർ പുറത്തേക്ക് വരുന്നു. പിന്നീട് അങ്ങോട്ട് രാജ്യം അവരെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നിപ്പോൾ നാടും ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നു. രാമചന്ദ്രൻ ഒറ്റയ്ക്കല്ല, രാമചന്ദ്രനൊപ്പം ഈ നാട്, രാജ്യം മുഴുവൻ ഉണ്ട് എന്ന് ആ ഒരു സന്ദേശം കൂടി പങ്കുവെക്കുകയാണ് നമ്മൾ രാവിലെ കണ്ട ആ ഒരു വിലാപയാത്രയും ആ പൊതുദർശന തടങ്ങിലെ ആ ജനങ്ങളുടെ എല്ലാം തന്നെ ആ ഒരു കണ്ണീർ വായ്പും രാജ്യസ്നേഹം തുളുമ്പുന്ന മുദ്രാവാക്യം വിളികളുമെല്ലാം നമുക്ക് കേൾക്കാനായ രീതിയിൽ രാമചന്ദ്രൻ നായർക്ക് നാട് ഇവിടെ നൽകുന്നു.